മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നിവിടെ വിശകലനം ചെയ്യുന്നത് 17/6/2011 ജനിച്ച ഒരാളുടെ ഗ്രഹസ്ഥിതിയാണ്. പൂരാടമാണ് നക്ഷത്രം. പൂരാടം 3-ാം പാദം. തുലാ ലഗ്നം. 2-ൽ രാഹു, 3-ൽ ചന്ദ്രൻ. 4, 5, 6 ഭാവങ്ങൾ ശൂന്യം. 7-ൽ വ്യാഴം, 8-ൽ ശുക്രൻ, കുജൻ, കേതു. 9-ൽ സൂര്യൻ, ബുധൻ. 10-ൽ ഗുളികൻ. 11 ശൂന്യം. 12-ൽ ശനി. ഇതാണ് ഇദ്ദേഹത്തിൻ്റെ ഗ്രഹസ്ഥിതി. 2011 എന്ന് പറയുമ്പോൾ ഊഹിക്കാവുന്നതേ ഉള്ളൂ അദ്ദേഹത്തിൻ്റെ പ്രായം എത്രയാണ് എന്ന്. കൊച്ചുകുട്ടിയാണ്. ഈ ഗ്രഹനില പരിശോധിക്കുന്ന സമയത്ത് വളരെയധികം ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ചില കാര്യങ്ങൾ വ്യക്തമായി തന്നെ പറയേണ്ടതുണ്ട്. ഒന്ന്, ഈ കുട്ടിയുടെ 5-ാം ഭാവാധിപനായിട്ടുള്ള ഗ്രഹം ശനി 12-ലാണ്, നഷ്ടസ്ഥാനത്താണ് നിൽക്കുന്നത്. അപ്പോൾ ഏതെങ്കിലുമൊക്കെ ജീവിതത്തിലെ ഘട്ടത്തിൽ മനസ്സ് കൈമോശം വന്ന രീതിയിലുള്ള പെരുമാറ്റം ഇദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അത് പ്രത്യേകിച്ചും മനസ്സിൻ്റെ കാരക ഗ്രഹം ആയിട്ടുള്ള ചന്ദ്രൻ്റെ ദശ നടക്കുന്ന ഈ സമയമെന്ന് പറയുന്നത് വളരെ ശ്രദ്ധിക്കേണ്ടതുമാണ്. കാരണം ഇത് ഗുളിക ഭവനാധിപനായിട്ടുള്ള ചന്ദ്രനാണ്. എന്ന് വച്ചാൽ ചന്ദ്രൻ്റെ സ്വന്തം ക്ഷേത്രമായിട്ടുള്ള കർക്കിടകത്തിൽ ഗുളികൻ വസിക്കുന്നു. മനസ്സിൻ്റെയും മാതാവിൻ്റെയും കാരക ഗ്രഹം കൂടിയാണ് ചന്ദ്രൻ. ചന്ദ്രദശ നടക്കുകയും ചെയ്യുന്നു. ആ സമയം ഈ ചന്ദ്രദശ എന്ന് പറയുന്നത് ഈ കുട്ടിയെ വളരെയധികം കെയർ കൊടുത്ത് തന്നെ, അഡ്വൈസ് കൊടുത്ത് തന്നെ, ആവശ്യമെങ്കിൽ കൗൺസിലിംഗ് പോലെയുള്ള കാര്യങ്ങൾ ചെയ്ത് തന്നെ വേണം മുന്നോട്ട് പോകാനായിട്ട്. ഒപ്പം തന്നെ കൃത്യമായിട്ടുള്ള ജ്യോതിഷ സംബന്ധമായിട്ടുള്ള പരിഹാരങ്ങൾ കൂടെ ചെയ്ത് തന്നെ മുന്നോട്ട് പോയേ മതിയാകൂ എന്ന് തിരിച്ചറിയുക. അതുപോലെ തന്നെ നിലവിൽ ഇദ്ദേഹം ചന്ദ്രനിൽ രാഹുവിലാണ് സഞ്ചാരം. 2026 ജനുവരി 24 തൊട്ട് 2027 ജൂലൈ 26 വരെ ചന്ദ്രനിൽ രാഹുവാണ്. വളരെ മോശപ്പെട്ട ഒരു സമയം തന്നെയാണ് ഇത്. പ്രത്യേകിച്ചും ലഗ്നത്തിലേക്ക് ദൃഷ്ടിയുള്ള രാഹു, അതുപോലെ തന്നെ കർക്കിടകത്തിലേക്ക് ദൃഷ്ടിയുള്ള രാഹു. കർക്കിടകത്തിൽ ഗുളികനും വസിക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം താങ്ങേണ്ടുന്നത് ഇവിടെ ചന്ദ്രൻ തന്നെയാണ്. അത് വളരെ അല്പം ടഫായിട്ടുള്ള മാനസിക വ്യാപാരങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾക്ക് ഒരല്പം ടഫായിട്ടുള്ള അനുസരണാശീലം കുറയുക, വാശി, ദുർവാശി, കടുംപിടുത്ത സ്വഭാവങ്ങൾ കൂടുക, അനാവശ്യ കാര്യങ്ങളിൽ ചിന്ത കേന്ദ്രീകൃതമാവുക പോലെയുള്ള കാര്യങ്ങൾ മാതാപിതാക്കൾക്ക് തലവേദന ഉണ്ടാക്കുന്ന ഒരു സമയമെന്ന് നാടൻ ഭാഷാ പ്രയോഗം. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ മാതാവ് വളരെ ടെൻഷനോട് കൂടിയാണ് വിളിച്ചിരുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞ കാരണവും ഈ ചന്ദ്രദശയെ ബുദ്ധിപരമായിട്ട് വേണം കൈകാര്യം ചെയ്യാനായിട്ട്. അതിൽ തന്നെ രാഹുവിൻ്റെ അപഹാരത്തെ അതീവ സൂക്ഷ്മതയോടെയും ജാഗ്രതയോടെയും ശ്രദ്ധയോടെയും കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തും കൃത്യമായിട്ടുള്ള വഴിപാടുകൾ, പരിഹാരങ്ങൾ എടുത്തും തന്നെ വേണം മുന്നോട്ട് പോകാനായിട്ട്. ഇത് വളരെ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു പാറ്റേണിലാണ് ഇദ്ദേഹത്തിൻ്റെ ചന്ദ്രൻ ഇരിക്കുന്നത്. ചന്ദ്രൻ 3-ലാണ്, വ്യാഴത്തിൻ്റെ ക്ഷേത്രത്തിലാണ്. വ്യാഴത്തിൻ്റെ ദൃഷ്ടിയും ഉണ്ട്. അപ്പോൾ കൃത്യമായിട്ട് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്ത് പോയി കഴിഞ്ഞാൽ അതിനുള്ള ഗുണം ലഭ്യമാകുക തന്നെ ചെയ്യും. അത് പ്രത്യേകിച്ചും ഈ രാഹുവിൻ്റെ അപഹാരത്തിന് ശേഷമായിരിക്കും അത് അനുഭവത്തിലേക്ക് വരികയും അദ്ദേഹം പോസിറ്റീവായിട്ടുള്ള രീതിയിൽ ആക്റ്റീവായി മാറുകയും ചെയ്യുന്നത്. അതുപോലെ തന്നെ ഈ ഒരു കാലത്തെ കൃത്യമായിട്ട് മുന്നൊരുക്കത്തോടു കൂടി ഒന്ന് കടത്തിവിടാൻ സാധിച്ചു കഴിഞ്ഞാൽ ഒരുവിധം രക്ഷ കിട്ടി എന്ന് തന്നെ പറയാം. ലഗ്നാൽ 7-ലാണ് വ്യാഴം നിൽക്കുന്നത്. അതേപോലെ തന്നെ 7-ൽ നിന്നുകൊണ്ട് വ്യാഴം 1, 2, 3, 4, 5, 6, 7 ലഗ്നത്തിലേക്ക് ദൃഷ്ടി ചെയ്യുന്നുമുണ്ട്. നല്ലതാണത്. പക്ഷേ അത് അനുഭവത്തിൽ വരുന്നതിനായിട്ട് ഒരല്പം ഈ രാഹുവിൻ്റെ അപഹാരം ഒന്ന് തീർത്തെടുക്കുക ഒരു അത്യന്താപേക്ഷിതമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. അതുപോലെ തന്നെ ഈ 5-ാം ഭാവാധിപൻ ശനി ആവുകയും അത് 12-ലൊക്കെ പോയി നഷ്ടസ്ഥാനത്ത് നിൽക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ചിലപ്പോഴൊക്കെ മനസ്സ് കൈമോശം വന്ന രീതിയിൽ, അതല്ല എങ്കിൽ സാധാരണയിൽ കൂടുതൽ വാശി, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ രീതിയിൽ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുക, പറയുക, പ്രവർത്തിക്കുക പോലെയുള്ള ചിന്താരീതികളൊക്കെ ഇത്തരം വ്യക്തികൾക്ക് സാധാരണ കണ്ട് വരാറുണ്ട്. ഈ കുട്ടിക്ക് അങ്ങനെ ഉണ്ട് എന്നറിയാൻ കഴിഞ്ഞു. അപ്പോൾ അതിൻ്റെ കാരണമാണ് ഈ പറയുന്നത്.
ഇത് ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം തന്നെയാണ്. ഈ 5-ാം ഭാവാധിപൻ മനസ്സിൻ്റെ സ്ഥാനത്തിൻ്റെ അധിപനാണ്. 12-ൽ നിൽക്കുന്നത്. ശ്രദ്ധയോടെ വേണം. അതും ഇത്തരം മോശം അപഹാരങ്ങളൊക്കെ വരുന്ന സമയത്ത്, രാഹുവിൻ്റെ അപഹാരം, അതല്ല എങ്കിൽ കേതുവിൻ്റെ അപഹാരം, അതുമല്ലെങ്കിൽ ശനിയുടെ അപഹാരമൊക്കെ വരുന്ന സമയത്ത് പ്രത്യേകം ആ ഒരു കാലയളവ് ശ്രദ്ധയോടെ തന്നെ വേണം മുന്നോട്ട് പോകാനായിട്ട്. അതുപോലെ തന്നെ കൃത്യമായിട്ടുള്ള മുന്നൊരുക്കത്തോടു കൂടി പോയി കഴിഞ്ഞാൽ പഠന സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിലൊക്കെ ആക്റ്റീവ് ആകുന്നതിനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. പിന്നെ ഈ ശുക്രൻ ലഗ്നാധിപനാവുകയും അത് കുജനോടൊത്ത് ശുക്രൻ്റെ ക്ഷേത്രത്തിൽ കേതുവിനോടൊത്ത് രാഹുവിൻ്റെ ദൃഷ്ടിയിലൊക്കെ നിൽക്കുകയും ചെയ്താൽ ഇത്തരം ആളുകൾ പൊതുവേ ഒരല്പം ഹൈപ്പർ ആക്റ്റീവായിട്ട് പെരുമാറാറുണ്ട്. ഹൈപ്പർ ആക്റ്റീവായിട്ട് പെരുമാറുന്നു എന്നതിന് 2 അർത്ഥങ്ങളുണ്ട്. പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളിൽ ഹൈപ്പർ ആക്റ്റീവ് ആയി കഴിഞ്ഞാൽ അതിന് ഗുണം സ്വാഭാവികമായിട്ടും ഉണ്ടാകും. പക്ഷേ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളിൽ ഹൈപ്പർ ആക്റ്റീവ് ആയി കഴിഞ്ഞാൽ അത് ഒട്ടും ആശാസ്യമല്ല, ഒട്ടും നല്ലതുമല്ല. അപ്പോൾ അത് ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യമാണ്. പ്രത്യേകിച്ച് ഈ രാഹുവിൻ്റെയൊക്കെ അപഹാരം ചന്ദ്രദശ നടക്കുകയും ചെയ്യുമ്പോൾ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളിലായിരിക്കും കൂടുതലും ചിന്ത, വാക്ക്, പ്രവൃത്തി ഒക്കെ തട്ടി നിൽക്കുക. അപ്പോൾ അത് ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം തന്നെയാണ്. മാത്രവുമല്ല ഇദ്ദേഹത്തിൻ്റെ 10-ൽ ഗുളികനാണ്. തൊഴിൽ സ്ഥാനത്ത് ഗുളികൻ 10-ാം ഭാവാധിപൻ ചന്ദ്രൻ്റെ ക്ഷേത്രമായിട്ടുള്ള വ്യാഴത്തിൻ്റെ ക്ഷേത്രമായിട്ടുള്ള ധനുവിലും നിൽക്കുന്നു. അപ്പോൾ മാറ്റ ജോലികളായിരിക്കും ഇദ്ദേഹത്തിന് ഭാവിയിൽ ഏറിയ പങ്കും ഉണ്ടാവുക. എന്ന് വെച്ചാൽ ഒരു സ്ഥലത്ത് ജോലി ചെയ്യുകയും അവിടെ നിന്ന് മാറി മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റം കിട്ടി മാറുകയും ഒക്കെ ചെയ്യുന്ന കാറ്റഗറിയിൽ, പാറ്റേണിൽ വരുന്ന ഒരു ജോലിയുടെ സ്വഭാവം സഹജമായി ഇത്തരക്കാർക്ക് കണ്ട് വരാറുണ്ട്. ജോലി സ്ഥലത്ത് അല്പസ്വല്പം ഇറിറ്റേഷൻസ്, അല്പസ്വല്പം ബുദ്ധിമുട്ടുകളൊക്കെ ഫേസ് ചെയ്യേണ്ടതായിട്ടും വരാം. അപ്പോൾ അത് ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം തന്നെയാണ്. അതുപോലെ തന്നെ ഇദ്ദേഹത്തിൻ്റെ ഈ 2-ലെ രാഹു നിൽക്കുന്ന രാശിയിൽ നിന്ന് രാഹു 6, 7, 9, 12 ഈ 4 ഭാവങ്ങളിലേക്കും ദൃഷ്ടി ചെയ്യുന്നുണ്ട്. അപ്പോൾ ലഗ്നത്തിലേക്ക് വരുന്ന രാഹുവിൻ്റെ ദൃഷ്ടി, അതുപോലെ തന്നെ രാഹുവിൻ്റെ അപഹാരം നടക്കുകയും ചെയ്യുമ്പോൾ ആ വ്യക്തിക്ക് ഏറിയ പങ്കും ചിന്തകളിൽ ചെയ്യാൻ താല്പര്യം കൂടുതൽ, അനാവശ്യമായിട്ടുള്ള യാതൊരു റിസൾട്ടും കിട്ടാത്ത മറ്റുള്ള ആളുകൾക്ക്, പ്രത്യേകിച്ചും മാതാപിതാക്കൾക്ക് തലവേദന ഉണ്ടാക്കുന്ന കാര്യങ്ങളിലായിരിക്കും ശ്രദ്ധ ഏറിയ പങ്കും പതിയുക. അപ്പോൾ അതിനെ ബുദ്ധിപരമായി അദ്ദേഹത്തിന് വേണ്ടുന്ന ഉപദേശങ്ങൾ കൊടുത്ത് ഒരിക്കലും കടുംപിടുത്തം പിടിച്ച് അദ്ദേഹത്തെ നന്നാക്കാൻ ശ്രമിക്കാതിരിക്കുക. വളരെ സോഫ്റ്റായി, വളരെ മൃദു ഭാവത്തോടു കൂടി അദ്ദേഹത്തോട് പെരുമാറി അദ്ദേഹത്തിന് താല്പര്യമുള്ള കാര്യങ്ങൾ എന്താണെന്ന് കണ്ടെത്തി അതിന് വേണ്ടുന്ന രീതിയിൽ ഉപദേശങ്ങൾ കൊടുത്ത് അതിലേക്ക് നയിക്കേണ്ടത് മാതാപിതാക്കളുടെ ഉത്തരവാദിത്വം തന്നെയാണ് എന്നും തിരിച്ചറിയുക. അതുപോലെ തന്നെയാണ് ഇദ്ദേഹത്തിൻ്റെ ലഗ്നാൽ 9-ൽ ഭാഗ്യസ്ഥാനത്ത് സൂര്യൻ, ബുധൻ നിൽക്കുന്നു. പൊതുവെ അത് വളരെ നല്ലതാണ്. പക്ഷേ ഗുളികൻ്റെ ദൃഷ്ടി ഉള്ളതുകൊണ്ട് തന്നെ പിതൃകാരക ഗ്രഹം കൂടിയാണ് സൂര്യൻ. പിതാവിൻ്റെ സ്ഥാനത്ത് തന്നെയാണ് നിൽക്കുന്നത്. പിതാവും ഇദ്ദേഹവും 2 ദിക്കുകളിൽ ഏറിയ പങ്കും നിൽക്കാനുള്ള ഒരു സാധ്യതയും ജോലി സംബന്ധമായിട്ടോ പഠന സംബന്ധമായിട്ടോ ഒക്കെ അത് പ്രാവർത്തികമായി വരാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. നിലവിൽ ഇദ്ദേഹത്തിൻ്റെ പിതാവ് വിദേശത്താണ്. 2 പേരും 2 ദിക്കുകളിൽ തന്നെയാണ് ഏറിയ പങ്കും നിലവിൽ നിന്നുകൊണ്ടിരിക്കുന്നത്. എന്നാൽ അത് അഭിപ്രായ വ്യത്യാസങ്ങളിലേക്ക് പോകാതിരിക്കാൻ വേണ്ടുന്ന മുൻകരുതൽ കൂടെ എടുത്തു വേണം പോകാനായിട്ട്. എന്ന് വെച്ചാൽ ഇദ്ദേഹം പറയുന്നത് പിതാവിനോ അതല്ലെങ്കിൽ പിതാവ് പറയുന്നത് ഇദ്ദേഹത്തിനോ രസിക്കാത്ത, ഇഷ്ടപ്പെടാത്ത, പിടിക്കാത്ത അവസ്ഥകൾ ഉണ്ടാകാനുള്ള ഒരു സാധ്യതയും അവിടെ കൂടുതൽ ആണ്. അല്പം കർക്കശത്വം കൂടിയ പിതാവിൻ്റെ ഒരു സ്വഭാവം ഇദ്ദേഹത്തെ ഇറിറ്റേറ്റ് ചെയ്യുന്ന ഒരു മാനസികാവസ്ഥയും ഇദ്ദേഹം കാണിക്കാം. അപ്പോൾ അതിന് വേണ്ടുന്ന മുൻകരുതൽ കൂടെ എടുക്കേണ്ടതാണ്. കാര്യം ഇത്തരം ആളുകളോട്, പ്രത്യേകിച്ച് ലഗ്നത്തിലേക്കൊക്കെ രാഹു ദൃഷ്ടി ചെയ്യുകയും 5-ാം ഭാവാധിപൻ ശനിയൊക്കെ ആയി നിൽക്കുകയും ചെയ്യുന്ന സമയത്ത് ഒരല്പം വാശി സ്വഭാവം, ലഗ്നാധിപനിലേക്ക് രാഹുവിൻ്റെ ദൃഷ്ടിയുണ്ട്, ഞാൻ പിടിച്ചതാണ് വലിയ കാര്യമെന്ന് പറയുന്ന ഒരല്പം ഗൗരവ ചിന്ത ഇത്തരം ആളുകൾക്ക് ധാരാളമായിട്ട് കണ്ടുവരാറുണ്ട്. അപ്പോൾ അതിനെ ഒന്ന് സോഫ്റ്റായിട്ട് ഹാൻഡിൽ ചെയ്യാൻ വേണ്ടുന്ന ഉപദേശങ്ങൾ കൃത്യമായിട്ട് മാതാപിതാക്കൾ സ്വീകരിക്കേണ്ടതാണ്. നേർവഴിക്ക് ഇദ്ദേഹത്തെ കൃത്യമായിട്ട് നടത്തേണ്ടതും ആണ്. ഇദ്ദേഹത്തിൻ്റെ ദശകൾ എടുത്തു കഴിഞ്ഞാൽ പൂരാടമാണ് നക്ഷത്രം. ശുക്രദശയിൽ ജനിച്ചു. 2018 വരെ ശുക്രൻ, അതിനുശേഷം സൂര്യൻ 2024 വരെ, അതിനുശേഷം ചന്ദ്രൻ 2034 വരെ, അതിനുശേഷം കുജൻ 2041 വരെ, അതിനുശേഷം രാഹു 2059 വരെ, ശേഷം ഗുരു, ശനി, ബുധൻ എന്നീ ക്രമത്തിലാണ് അദ്ദേഹത്തിൻ്റെ ദശകൾ കടന്നു പോകുന്നത്. നടപ്പ് ദശ നേരത്തെ പറഞ്ഞു, ചന്ദ്രനിൽ രാഹുവാണ് 2027 ജൂലൈ 26 വരെ. ഈ ഒരു പീരീഡ് അങ്ങേയറ്റം ശ്രദ്ധയോടുകൂടി തന്നെ വേണം. തലവേദനകൾ ഉണ്ടാകാൻ സാധ്യത വളരെ കൂടുതലുള്ള ഒരു സമയം തന്നെയാണ് എന്ന് തിരിച്ചറിഞ്ഞ് അതിന് വേണ്ടുന്ന പരിഹാരങ്ങൾ കൃത്യമായി ചിട്ടം പടി തന്നെ എടുത്ത് വേണ്ടുന്ന ഉപദേശങ്ങളും ആവശ്യമെങ്കിൽ കൗൺസിലിംഗ് പോലെയുള്ള കാര്യങ്ങളും കൃത്യമായി ചെയ്തു മാത്രമേ ഈ ഒരു സമയത്തെ അതിജീവിക്കാൻ സാധിക്കുകയുള്ളൂ എന്നും
മനസ്സിലാക്കുക. പെയ്ഡ് കൺസൾട്ടേഷൻ ആവശ്യമുള്ള ആളുകൾക്ക് ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. കോൺടാക്ട് ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഇത്തരം വീഡിയോസ് ഇനിയും തുടരും. നന്ദി.